മൈജി ഫ്യൂച്ചർ കേരളത്തിൽ ഒരുപാട് ഷോറൂമുകൾ ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. അത്തരം ബ്രാൻഡായിട്ട് മാറിയിട്ടുള്ള ഷോറൂമുകളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ മൈജി ഫ്യൂച്ചർ. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഉടായ്പ സ്ഥാപനങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഷോറൂമും ഒരുപക്ഷെ മൈജി ഫ്യൂച്ചർ ആണെന്ന് പറയേണ്ടതായിട്ട് വരും. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന, ഒരു സ്ഥാപനത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളും അറിയാതെ ഇങ്ങനെ എന്തിനു നീ സംസാരിക്കുന്നൊക്കെ നിങ്ങൾക്കൊരു വീഡിയോ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ കാണുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അങ്ങനെ തോന്നാം. പക്ഷേ മൈജി ഫ്യൂച്ചറിൽ നിന്ന് ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച ഒരു കസ്റ്റമർ എന്ന നിലയിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവമുണ്ട്. അവിടുത്തെ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അത് നല്ലതാണെന്ന് പറയുന്നത് പോലെ തന്നെ അവിടുന്ന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് മോശമാണെന്ന് പറയാനുള്ള എല്ലാവിധ റൈറ്റും ഒരു കസ്റ്റമർ എന്ന നിലയിൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കസ്റ്റമറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം നിങ്ങൾ കേട്ടാൽ മതി ഈ ഒരു വീഡിയോക്കകത്തോടെ. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പും മൈജി ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു കുറേ നാളുകൾക്ക് മുന്നേ. അപ്പോൾ അതിനകത്ത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു മോശം അനുഭവത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാനാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അതിൻ്റെ ലിങ്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ കറണ്ട് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടി മൈജി ഷോറൂമിൽ രണ്ടാളുകൾക്കുണ്ടായിട്ടുള്ള വളരെ മോശം അനുഭവം. ഓക്കെ, ഞാനിത് വിചാരിച്ചാണ്, ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോഴും വിചാരിച്ചാണ് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും സ്ഥലത്ത് നോക്കിയാൽ മൈജി ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഇത്തരം കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ നമുക്കറിയായിരുന്നു. ഇത് കുറേ നാൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇവർ ഇതൊന്നും എന്താ പറയുക കവറപ്പ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അടപടലം മൂഞ്ചി തെറ്റി ചീട്ടുകൊട്ടാരം വീഴുന്ന പോലെ തന്നെ മൈജി ഫ്യൂച്ചർ തകർന്നടി നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഓക്കെ, എന്തായാലും ഈ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ആളുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയും മകനും ഇവർ ബിടെക് പഠിക്കുന്ന ഈ ഒരു മകൻ്റെ പഠനാവശ്യത്തിനായിട്ടാണെങ്കിൽ ഒരു ലെനോയുടെ ആണെങ്കിൽ ലാപ്ടോപ്പ് എടുക്കാൻ മൈജിയുടെ ഷോറൂമിൽ പോയി. അവിടെ 1.5 ലക്ഷം രൂപ കാര്യങ്ങളൊക്കെ ആയി ഈ പറയുന്ന പോലെ ലാപ്ടോപ്പ് എടുക്കാനൊക്കെ ഉണ്ട്. പിന്നീട് ഇതിനൊരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് സർവീസിന് ചെല്ലുമ്പോഴാണ് മൈജി ഫ്യൂച്ചറിൻ്റെ യഥാർത്ഥ തനിക്കുണം അവർ അറിയുന്നത്. മൈജി ഫ്യൂച്ചറിൻ്റെ യഥാർത്ഥ ഗുണം അറിയണമെങ്കിൽ നമുക്കിതൊരു സർവീസിന് പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാം. അങ്ങനത്തെ അനുഭവങ്ങളുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് പറയണം കേട്ടോ. എന്തായാലും ഒരു അമ്മയ്ക്കും മകനും പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. നമ്മൾ സെപ്റ്റംബർ 2-ാം തീയതി ഇവിടുന്ന് ലാപ്ടോപ്പ് എടുക്കുന്നത്. അത് മോൻ ബിടെക് പഠിക്കുകയാണ്, ലാസ്റ്റ് ഇയർ ആണ്. അവന്റെ എക്സാമിന്റെ കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ PMI ലാപ്പ് എടുത്ത് ഫസ്റ്റ് അടവ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ലാപ്പ് എടുത്തു. സെപ്റ്റംബർ 2-ന് എടുത്ത ലാപ്പ് സെപ്റ്റംബർ 20-ാം തീയതി ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി യൂസ് ഉണ്ടായില്ല, മോൻ എക്സാം നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ഹാഫ് അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലാപ്പ് ഓഫായി, ഡിസ്പ്ലേ ഓഫായി, ലാപ്പ് ഓഫല്ല, ഡിസ്പ്ലേ തന്നെ ഓഫായി പോയി. പിന്നെ ഡിസ്പ്ലേ അനങ്ങുന്നില്ല, പക്ഷെ ലാപ്പ് ഓണിലിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാത്രിയായിരുന്നു, ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ഇത് ക്ലോസ് ആയിരുന്നു. ഇവരോട് വിളിച്ച് നമ്മൾ കാര്യം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് ഇതിന്റെ ചാർജ് ഇറങ്ങിപ്പോയി. നമ്മൾ വീണ്ടും പ്ലഗ് ചെയ്യുമ്പോൾ ലാപ്പ് ഓൺ ആയിട്ടുണ്ട്. അന്നേരം ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അവർ പറഞ്ഞു പുതിയത് എടുത്തപ്പോൾ അതിൽ കുറച്ച് അപ്ഡേഷൻസ് ചെയ്യാൻ ബാലൻസ് കിടപ്പുണ്ട്, അതിന്റെയാണ് പറഞ്ഞു. അവർ അപ്ഡേറ്റ് ചെയ്ത് അപ്പൊ തന്നെ സാധനം തിരിച്ചു തന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാപ്പ് ഡിസ്പ്ലേ ഓഫ് ആവുക. അത് ആ ചാർജ് തീരുന്ന വരെ ലാപ്പ് ഓൺ ആയിരിക്കും. ഡിസ്പ്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും പ്ലഗ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആകും. നമ്മൾ ഇവർക്കിടയിൽ വീണ്ടും കൊണ്ടു കൊടുത്തു. അന്നേരം കൊണ്ട് ഇവർ വീണ്ടും സർവീസിന് വിട്ടു. ഓക്കെ, അപ്പം 1.5 ലക്ഷം രൂപയുടെ ഈ ഒരു ലാപ്ടോപ്പ് അവർ EMI കൊടുത്തെടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ 2 ആഴ്ച ആവുന്നതിന് മുമ്പേ സംഭവം പണി തന്നു തുടങ്ങി. പറയുന്ന പോലെ ലാപ്ടോപ്പ് ഓൺ ആക്കുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ആണെങ്കിൽ തന്നെ ഓഫായി പോവുക, പിന്നെ പ്ലഗ് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിർമ്മിച്ച് വിടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന വാറണ്ടി ആണെങ്കിലും ഗ്യാരണ്ടി ആണെങ്കിലും സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിലൊരിക്കലും ഈ ഒരു ലാപ്ടോപ്പിന് കംപ്ലയിൻറ്റ് വരുന്നത് നമ്മുടെ മൈജി ഫ്യൂച്ചറിൻ്റെ കുഴപ്പമാണ് നമ്മൾ പറയുന്നില്ല. ഒരിക്കലും അതിൻ്റെ കുഴപ്പമേ അല്ല. കാരണം ഇത് നിർമ്മിച്ച് വരുന്ന മാനുഫാക്ചർ ചെയ്ത് വരുന്ന അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് കവറപ്പ് ചെയ്യാനാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ വാറണ്ടി അല്ലെങ്കിൽ പിന്നീട് സർവീസ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുള്ള. അപ്പം ഇങ്ങനെ ഈ ഒരു സർവീസ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? മൈജി ഫ്യൂച്ചറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടി ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് ഇവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടേണ്ട റിപ്ലൈ? നല്ല നമ്മൾ സർവീസ് ചെയ്ത് തരാം, അതിനുള്ള കൃത്യമായിട്ടുള്ള റെസ്പോണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് അല്ലേ? അപ്പോൾ എന്താ ബാക്കിയും കൂടെ കേൾക്കാം. അത് കഴിഞ്ഞത് യൂസ് ചെയ്തു. മൂന്നാമത് പിന്നെയും ഇത് കംപ്ലൈന്റ് വന്നു. ഒരാഴ്ച തീർന്നിരിക്കുമ്പോൾ പിന്നെയും കംപ്ലൈന്റ് ആയി. പിന്നെ നമ്മൾ കൊണ്ടുവന്നു. അന്നാ ചേട്ടൻ നമുക്ക് പ്രോമിസ് ചെയ്തു ഇനി ഇതിനൊരു ഇഷ്യൂ വന്ന റീപ്ലേസ്മെന്റ് ആണ്, ഇനി നമ്മൾ സംസാരിക്കുന്നൊന്നുമില്ല ഇവിടുന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു DOI വിടാം, അങ്ങനെ ഇങ്ങനെയാ റീപ്ലേസ്മെന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയ ലാപ്പ് പിന്നെയും യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെയും കംപ്ലൈന്റ് ആയി. അപ്പൊ അന്ന് നമ്മുടെ അടുത്ത് വന്ന ശരത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് വന്നത്. ആള് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ടെക്നിക്കൽ സൈഡിന്റെ ഹെഡ്. അപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പുള്ളിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് നമ്പർ തന്നു പുള്ളിയുടെ. അത് കഴിഞ്ഞ് ഇഷ്യൂ വന്നന്ന് നമ്മൾ ഈ ശരത്ത് എന്ന് പറയുന്ന ചേട്ടനെ ഞാൻ വിളിച്ചു. രാത്രി വിളിച്ച് കാര്യം പറഞ്ഞു. ആളിന്റെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ ഞാൻ വിളിക്കാം, അപ്പൊ ലാപ്പ് കൊണ്ടുവന്നാൽ മതി, ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്, നമുക്ക് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ആളുടെ അടുത്ത് 5 വട്ടം എടുത്ത് ചോദിച്ചു. ചേട്ടാ വിളിക്കില്ല, കാരണം നമ്മൾ വിളിച്ചവരാരും ഫോൺ എടുക്കാറില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു. ആൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ വിളിച്ചു, കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം വിളിച്ചു, കിട്ടിയില്ല. ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച എക്സാം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഈ 2 ആഴ്ച ഗ്യാപ്പിൽ ഒരു 4-5 വട്ടം ലാപ്പ് ഓഫായി പോയി. പിന്നെ ലാസ്റ്റ് ആഴ്ച നമ്മൾ ലാപ്പ് എടുത്തു വെച്ചു, യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഇനി റീപ്ലേസ്മെന്റ് ആണ്, നിങ്ങൾ ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചോ, ബോക്സ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇതാക്കി. പിറ്റേന്ന് കൊടുത്തു വന്ന ലാപ്പ് പിറ്റേന്ന് നമ്മളെ പിന്നെയും സർവീസ് സെന്ററിൽ നിന്ന് അവർ വിളിച്ചു. അവർ സർവീസ് സെന്ററിൽ നിന്ന് വിളിച്ചാൽ ചോദിക്കുന്ന സെയിം ചോദ്യം, എന്താണ് പ്രശ്നം, ഇതാണോ പ്രശ്നം, അതാണോ, അവർ നോക്കിയിട്ട് കണ്ടില്ല, അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞ് സെയിം. അപ്പൊ ഞങ്ങൾ പിന്നെയും ഇവിടെ വിളിച്ച് അവരുടെ അന്വേഷിച്ചു. റീപ്ലേസ് പറഞ്ഞ സാധനം സർവീസ് സെന്ററിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്ക്.
അപ്പോൾ ഇവർ പറയാ നമുക്ക് റീപ്ലേസ്മെന്റിന് ഒരു ഓപ്ഷൻ ഇല്ല, റീപ്ലേസ്മെന്റ് അവിടെ നിന്നാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. സർവീസ് സെന്ററിലേക്ക് വിളിച്ച് റീപ്ലേസ്മെന്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും റീപ്ലേസ് ചെയ്യേണ്ടത് ഇവരാണ്, അവർക്ക് റീപ്ലേസ്മെന്റ് അവർക്ക് ആകെ 1 ഇയർ വാറന്റി ഒരു ഓപ്ഷനേ ഉള്ളൂ, അല്ലാണ്ട് റീപ്ലേസ്മെന്റ് ഒരു ഓപ്ഷൻ അവർക്കില്ലാന്ന്. അങ്ങനെ ഇങ്ങനെ ഇട്ട് തട്ടി കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ. ഇത് കഴിഞ്ഞ് നമ്മൾ ഇതെന്താണ് ഇത്? ഒരു കസ്റ്റമറെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ലാപ്ടോപ്പിന്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന പോലെ റീപ്ലേസ്മെന്റ് ആണെന്ന് പറയുന്നു, പിന്നെ റീപ്ലേസ്മെന്റ് ഇല്ല എന്ന് പറയുന്നു. എന്ത് നിങ്ങൾ വരുന്ന കസ്റ്റമേഴ്സിനെ പൊട്ടന്മാരാക്കാണോ? നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ ഇവരുടെ ഷോറൂമിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് സാറിന് ചേർത്ത് നമ്മളെ ഭയങ്കര എന്തോ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ട് നമ്മളെ എത്ര നല്ല രീതിയിലാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നിടം വരെ ആ ബില്ല് അടിക്കുന്നവർ വരെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു സർവീസിന് ചെല്ലുമ്പോഴത്തേക്കിന് നമ്മൾ അവരെ പിന്നീട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ വിളിക്കുന്ന സാറെന്നില്ലേ, തിരിച്ച് നമുക്ക് അതേപോലെ സാറെന്ന് വിളിക്കാൻ തോന്നും, അക്ഷരം മാറ്റിയിട്ട്. ഓക്കെ, അതുപോലത്തെ പരിപാടിയാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ ഈ പറയുന്ന മൈജി ഫ്യൂച്ചറിലെ എല്ലാ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഞാൻ പറയുന്നില്ല, അതിൽ നല്ല ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പെരുമാറാൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ആ ഒരു മുമ്പ് ആ ഒരു ഇഷ്യൂ വന്ന് ഞാനിവിടെ പത്തനംതിട്ട മൈജിയിൽ പോയപ്പോഴും അവിടുത്തെ ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്കിന് നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഓക്കെ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ചില ഇത്തൽ കണ്ണികളുണ്ട്, വരുന്ന കസ്റ്റമേഴ്സിനെ ഒരു പൊട്ടന്മാരാക്കി കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ ഒരു മൈജി ഫ്യൂച്ചറിൻ്റെ ഇതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ നല്ല മനസ്സുകൊണ്ടാണ്, അല്ലാതെ ഈ പറയുന്ന പോലെ ഈ ഒരു ഷോറൂമിൻ്റെ ബേസുള്ള സംഭവമല്ല. അങ്ങനെ ആണെങ്കിൽ അവിടുന്ന് ആദ്യമേ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമല്ലേ, കസ്റ്റമേഴ്സ് അടുത്ത് നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം, സർവീസിന് വിളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടേ അല്ലേ? അത് കൊടുത്തിട്ട് ഇവർ ഫോളോ ചെയ്യാതാണോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാത്തതുകൊണ്ടാണോ ഒരു കസ്റ്റമറെ ഇങ്ങനെ ആക്കുകയാണ്? പിന്നെ അതിനുശേഷം ഇവർ പോലീസ് കംപ്ലയിൻറ്റ് പോയി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു ലാപ്പ് ഇവിടെ ഉണ്ട്, നമ്മളൊന്നും എടുക്കാത്തതാണ്. അപ്പൊ ഇപ്പൊ ലാപ്പ് എടുക്കാൻ ഇപ്പോഴും അവർ പറയുന്നത് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, സർവീസ് സെന്ററിൽ കംപ്ലയിന്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോൾ കംപ്ലയിന്റ് കണ്ടുപിടിക്കും. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പം സംഭവം ഇവിടെ ഉണ്ട്, റെഡി ആയിട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ പോലീസുകാരെ പറഞ്ഞ് പറ്റിക്കുന്ന ടീംസാണ് ഇവർ. അപ്പോൾ പിന്നെ ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്കിന് കസ്റ്റമറുടെ അടുത്ത് എങ്ങനെയായിരിക്കും പറയാന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കാമല്ലോ അല്ലേ? ഒരു പ്രശ്നമാണ് ലാപ്പിന്. ഇവർക്ക് ഡൗട്ട് ഒന്നുമില്ല കംപ്ലയിന്റ് ഉണ്ടെന്നുള്ളത്. കാരണം ഈ കംപ്ലയിന്റ് വന്നപ്പോൾ നമ്മളോട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, സാധനം ഇവർ തുറന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ സർവീസ് സെന്ററിൽ കംപ്ലയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവരെ ബോധിപ്പിക്കണം ഈ ലാപ്പിൽ കംപ്ലയിന്റ് ഉണ്ട് സർവീസ് സെന്ററുകാരെ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ രാത്രി, ഞാൻ ക്ലാസ്സിൽ പോയി വന്നിട്ട് രാത്രിയാണ് ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. രാത്രി ഒരു 9 മണി 10 മണി സമയത്താണ് ഈ ഒരു ഇഷ്യൂ വരിക ലാപ്പിൽ. മിക്കവാറും മീൻസ് എന്നൊരു 7 മണി 8 മണിക്കാണ് ഞാൻ ഇരിക്കുക. ആ സമയത്ത് മൈജി ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും, ചിലപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സർവീസ് സെന്റർ തൃശ്ശൂരാ. നമുക്ക് ഈ രാത്രി 10 മണിക്ക് തൃശ്ശൂർ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, അടച്ചിട്ടുണ്ടാവും. ഇത് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇതിന്റെ ബാറ്ററി ഇറങ്ങിയിട്ട് പിന്നെ കുത്തിയിട്ട് ഓൺ ആവുന്ന രീതിയിലായിരിക്കും. അപ്പൊ ഇവിടെ കൊണ്ടു കൊടുത്താലും നമ്മൾ നേരിട്ട് തൃശ്ശൂർ കൊണ്ട് കൊടുത്താലും ഇഷ്യൂ ഉള്ളപ്പോൾ അവർക്ക് കിട്ടില്ല, അത് ഇവർക്കേ കിട്ടുള്ളൂ. അപ്പൊ അവരായിട്ട് സംസാരിക്കേണ്ടത് ഇവരാണ്. നമ്മൾ ലാപ്പ് എടുത്ത മൈജിന്നാ, സർവീസ് സെന്ററിൽ നിന്നല്ലോ. അപ്പൊ ഇവര് അത് പറ്റണില്ല. എന്നിട്ട് ഇവര് വെറുതെ നമ്മൾ പിട്ട് തട്ടി കളിച്ചോണ്ടിരിക്കുക. ഇവർക്കല്ല ഉത്തരവാദിത്തം, ലെനോവോക്കാരാണ് അത് തരേണ്ടത്. ഞങ്ങൾക്ക് ലെനോവോന്റെ കമ്പനിയുടെ ലാപ്പ് അവരാണ് തരേണ്ടത്. ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് കാര്യമാണ്. ഉത്തരവാദിത്തം ഇല്ലെന്നാ ഇവർ ഷോറൂമിൽ നിന്ന് ഇവർ അങ്ങനെ തീർച്ചയായിട്ടും ഇവർ പറയാം. അങ്ങനത്തെ ടീംസാണ് ഇവർ, നമുക്കറിയാമല്ലോ. പറയണ്ടേ, എന്ത് തെമ്മാടിത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? ലെനോവോക്കാരാണ് തരണം, നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന്. നിങ്ങളുടെ ഷോറൂമിൽ നല്ലൊരു സാധനം എടുക്കുന്നത്, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ? നിങ്ങളുടെ ഒരു ഷോറൂമിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ വരുമ്പോൾ കസ്റ്റമർ നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ഈ പറയുന്ന പോലെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യും സാർ, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, മാങ്ങ ചെയ്യാം, തേങ്ങ ചെയ്യാം, കാലിൻ്റെ അടി വരെ നക്കി തരാമെന്ന് പറയാറുണ്ടല്ലോ നിങ്ങൾ. എന്നിട്ട് പിന്നീട് ഈ സർവീസിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോഴത്തേക്കും ഈ പരിപാടി ഒന്നും കാണത്തില്ല. അത് ലെനോവോക്കാരുടെ ഉത്തരവാദിത്വം, നമ്മുടെ ഉത്തരവാദിത്വം അല്ലെന്ന്. എന്ത് തെമ്മാടിത്തരമൊക്കെയാണ് നിങ്ങൾ വിളിച്ച് പറയുന്നത്? ഒരു കസ്റ്റമറിനെ ഒരു വാല്യൂം കൊടുക്കാത്ത കുറേ ഇങ്ങനെ മൂഞ്ചിക്കാനെ കൊണ്ടിരിക്കുന്ന കുറേ ടീംസ് ഉണ്ട് ഇവിടെ. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല, സർവീസിന് വിളിച്ചാൽ ഫോൺ എടുക്കാത്ത കുറച്ച് ടീംസ് ഉണ്ട്. വിളിച്ചാലും പിന്നെ ആണെങ്കിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കുമ്പോൾ 2-3 തവണ വിളിക്കുമ്പോഴായിരിക്കും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു ഇഷ്യൂ ഞാൻ ആ ഒരു വീഡിയോ ഇട്ട് കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും. ഞാൻ പറയുന്നൊരു കാര്യം, കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സർവീസ് കാര്യങ്ങളൊക്കെ മൈജിയുടെ ഭാഗത്തുനിന്ന് കിട്ടും. ഇല്ല വാങ്ങിച്ചെടുക്കും, പൈസ ആണെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ കൂടെ നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇങ്ങനൊരു വീഡിയോ വന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇങ്ങനൊരു വീഡിയോയുടെ മുന്നിലൂടെ വന്ന് സംസാരിക്കുന്നത് ഉമ്മാരുടെ ഈ ഇമ്മാതിരിക്കുള്ള പോക്കിരിത്തരങ്ങൾ 4 ആൾ അറിയണം. അതിൻ്റെ ഒപ്പം തന്നെ ചാലക്കുടി മൈജി ഫ്യൂച്ചറിൽ നിന്ന് ഉയർന്നു വരുന്ന മറ്റൊരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം മുന്നേ ഇവിടുന്ന് ഒരു പയ്യനാണെങ്കിൽ ഒരു HDB ഫിനാൻസിൻ്റെ EMI സ്കീം ത്രൂ ആണെങ്കിൽ ഒരു TV വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആണെങ്കിൽ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി പ്ലസ് ഇൻഷുറൻസ് സ്കീം കൂടെ ഈ പയ്യൻ ഒരു 2000 രൂപ തുക അടച്ചിട്ട് ഈ ഒരു പ്രീമിയം സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് ഈ ഒരു TV വാങ്ങിച്ചത് ഈ പയ്യൻ്റെ പേരിലാണ്. അപ്പോൾ ഈ TV വാങ്ങിക്കുന്ന ആരുടെ പേരിലാണോ ആ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സ്കീം കാര്യങ്ങളൊക്കെയാണ്. നിർഭാഗ്യവശാൽ ഈ പയ്യൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ഇൻഷുറൻസ് തുകയ്ക്കായിട്ട് പോയപ്പോഴത്തേക്കിന് അവിടെ നിന്നുണ്ടായിട്ടുള്ള മറ്റൊരു അവസ്ഥയെ പറ്റിയിട്ട്, വളരെ ദുരവസ്ഥയെ പറ്റിയിട്ട് അവരുടെ ആ പയ്യൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പ്ലേ ചെയ്യാം. അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഏണസ്റ്റോ മരണപ്പെടുകയും ഇതിന്റെ ഭാഗമായിട്ട് ഒരു 10-20 ദിവസത്തിനകം
അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഈ മൈജി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ വന്ന് ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഈ പറയുന്ന ഈ ടി വി എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാരണ്ടി ആയിട്ട് നിന്നിട്ടുള്ള ജാമ്യക്കാരായിട്ട് നിന്നിട്ടുള്ള 2 ഏണസ്റ്റോടെ സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കളെ ഇവിടുന്ന് നിരവധി തവണ വിളിക്കുകയും ആ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് മൈജിയിൽ നിന്നുള്ള ആളുകൾ ഇത് അടക്കണം എന്നുള്ള രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ഇവരുടെ തുക, അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ഇൻഷുറൻസ് തുക ഇവർക്ക് 2 മാസത്തിനുള്ളിൽ അനുവദിക്കപ്പെടും. ആ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം എന്ന ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പാവപ്പെട്ട ഈ പറയുന്ന യുവാക്കളിൽ നിന്ന് ഈ മൈജി സ്ഥാപനം പൈസ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിരവധി തവണ ഇതിന്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഹാജരാക്കാൻ പറഞ്ഞു. ആ രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഹാജരാക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇരുന്ന ഒരു മാനേജർ, HDB ഫിനാൻസിന്റെ ഒരു മാനേജർ, സന്ദീപ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഈ പറയുന്ന രേഖകളൊന്നും ഇതിന്റെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇൻഷുറൻസ് കമ്പനി അറിയിക്കാതെ പൂർത്തിയായിട്ടൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അത്തരം രീതിയിൽ പല തരത്തിലുള്ള വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാവും മനസ്സിലാക്കുന്നത്. മാത്രമല്ല HDB ഫിനാൻസിന്റെ നിരന്തരമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇതെന്നാണ് ഞങ്ങൾക്ക് അന്വേഷിച്ച് മനസ്സിലായത്. ഇത് ഇൻഷുറൻസ് തുക അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇൻഷുറൻസ് തുക ഇവർക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘമായിട്ട് ഈ പറഞ്ഞ HDB ഫിനാൻസും മൈജു മാറി കഴിഞ്ഞു. ഈ പറയുന്ന കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒരിക്കലും തെണ്ടിത്തരമാണെന്നോ തെമ്മാടിത്തരമാണെന്നോ അല്ല ഞാൻ പറയുന്നത്, തന്തയില്ലായ്മത്തരം എന്നായിരിക്കും ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മരണപ്പെട്ട ഒരാളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ നോക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് കൈയിട്ട് വാരാൻ നിൽക്കുന്ന ഇതുപോലത്തുള്ള തന്തയില്ലാത്തവന്മാരെ പറ്റിയിട്ട് പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത്? ഇങ്ങനത്തെ കുറേ പോക്കൃത്തരങ്ങളൊക്കെയാണ് ഈ മൈജി ഫ്യൂച്ചറിന്റെ പിന്നെ പുറത്ത് നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ലാലേട്ടനും മഞ്ജുവാര്യരെ പോലെയുള്ള വലിയ വലിയ ആക്ടേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഷോറൂം. ഇതിപ്പം ലാലേട്ടനും മഞ്ജുവാര്യർ ഇവരെ പോലെ അല്ല, ഇപ്പം ഷാറുഖ് ഖാൻ വന്ന് പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇനി മുന്നോട്ട് ഓടണമെങ്കിൽ കസ്റ്റമേഴ്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു ബിസിനസ്സിൻ്റെ ആണെങ്കിലും അവരുടെ മുന്നിൽ കിങ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. ആ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം കൊടുത്തിട്ടാണ് നിങ്ങൾ അവിടുന്ന് വിടുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം അട്ടപടലും മൂഞ്ചും. ഉള്ള കാര്യം ഉള്ള പോലെ പറയാമല്ലോ. പിന്നെ എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഞാൻ ആ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇപ്പോൾ ഫുള്ള് കാണുമ്പോൾ മനസ്സിലായി എൻ്റെ ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചുരുക്കി പറയുകയാണെങ്കിൽ ഞാനൊരു അവിടുന്ന് ഒരു കൂളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 10 ദിവസം കഴിയുന്നതിന് മുന്നേ സംഭവം അടിച്ചു പോയിട്ട് ഇതിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് അവരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീ സർവീസാണ്, വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവരെ വിളിച്ചിട്ട് ഇവരെ തിരിച്ച് നമ്മളെ കോൺടാക്ട് കാര്യങ്ങൾ ഒരു ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുത്തിട്ട് സംസാരിച്ച് തന്നെ ഇപ്പം ശരിയാക്കാം, നാളെ ശരിയാക്കാം, 2 ദിവസം കഴിയട്ടെ, പിന്നെ കോട്ടയത്താണ് ഇതിൻ്റെ ഷോറൂം, അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾ വരട്ടെ, അങ്ങോട്ട് ആൾ പോട്ടെ എന്ന് പറഞ്ഞ് ഓടിച്ചു. ഞാൻ അവസാനം സഹി കെട്ടിട്ട് ഞാൻ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു കസ്റ്റമർ, ഞാൻ അവിടുന്ന് ഒരു സാധനം വാങ്ങാൻ വരുമ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ടാണല്ലോ നമ്മളെ ട്രീറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ സർവീസിന് പോകുമ്പോൾ സർവീസിന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു കസ്റ്റമറെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സാർ അതല്ല സാർ അങ്ങനെയാണ് സാർ ഇങ്ങനെയാണ് സാർ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സഹി ഇട്ടിട്ട് നേരിട്ട് പിറ്റേ ദിവസം അവിടുത്തെ ഷോറൂമിലോട്ട് നേരിട്ട് ഞാൻ ചെന്നു. നേരിട്ട് ചെന്നപ്പോൾ അവിടുത്തെ റിസപ്ഷനിൽ ഇരുന്ന ആളുമൊക്കെ ആണെങ്കിൽ നമ്മുടെ നല്ല രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ പറയുന്ന ഇവരുടെ ഒരു മാനേജർ ഉണ്ടാവുമല്ലോ, ഇയാളുടെ ഞാൻ പോയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര ഇറസ്പോൺസിബിളായിട്ട് ഈ പറയുന്ന കോൾ ചെയ്യാനും നമ്മൾ ഈ കോൾ ചെയ്യുമ്പോൾ എടുക്കുന്ന ആളുണ്ടല്ലോ, വളരെ ഇറസ്പോൺസിബിളായിട്ട് നമ്മുടെ കംപ്ലയിൻറ്റ് പോലും ആദ്യം ഞാൻ വിളിച്ച് 1-2 തവണ രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. അങ്ങനത്തെ വലിയ തോന്നിയാസങ്ങളൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരുമാതിരി ഊളയാക്കുന്ന പരിപാടി. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ആരാണ് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കസ്റ്റമറാണ്, ഇവിടുന്ന് ഒരു സാധനം വാങ്ങുന്ന പോലെ തന്നെ എനിക്ക് ഇതുപോലെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇതിനെപ്പറ്റി അറിയാനുള്ള റൈറ്റ് എനിക്കുണ്ട്. പിന്നെ പറഞ്ഞു ഓക്കെ സാർ എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ പിന്നെ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ക്രിയേറ്ററാണ്, അപ്പോൾ ഒരു യൂട്യൂബർ കൂടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊരു വീഡിയോ കൂടി ഇടണം, നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടു. അല്ലാതെ അവരുടെ മുന്നിൽ പോയിട്ട് ഷൊണ്ണയായിട്ട് നിന്നിട്ട് പിന്നെ വന്നിട്ട് ഒരു വീഡിയോ അല്ല ഇട്ടത്. അവരുടെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞിട്ടാണ് പിന്നെ അവർ വന്ന് വീഡിയോ ഇട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, അവരാ ഒരു വീഡിയോ കണ്ടതിൻ്റെ പേരിലാണോ കാണാത്തോണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണോ എന്ന് അറിയത്തില്ല. ഞാൻ ഈ സംഭവം ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ ക്രോംപ്ടൻ്റെ പുതിയൊരു കൂളർ എൻ്റെ വീട്ടിലെത്തിച്ചു. എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തില്ല, കൺസ്യൂമർ കോർട്ടിലും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഞാനൊരു വീഡിയോ ഇടുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ, വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല, സംഭവം നമ്മുടെ വീട്ടിലെത്തി. ഓക്കെ, ഇങ്ങനത്തെ മോശം അനുഭവങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അന്നത്തെ ഉണ്ടല്ലോ, ഞാൻ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ആ ഒരു വീഡിയോ ആണ് മനസ്സിലാവും എന്നുണ്ടായിട്ടുള്ള എൻ്റെ അനുഭവത്തെ പറ്റിയിട്ടൊക്കെ. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മേ ബി ഇതിൻ്റെ താഴേക്കടൽ നിൽക്കുന്ന ഈ ആൾക്കാരാണല്ലോ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള CEO ഇവരെ പോലുള്ള ആൾക്കാർ കാര്യങ്ങളൊന്നും ഇതിനകത്ത് താഴേക്കടൽ നടക്കുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഒരു പക്ഷേ അറിയുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അറിയുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും കണ്ണടയ്ക്കുന്നതാണെങ്കിൽ ഒന്ന് CEO നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അടവടലെ മൂഞ്ചി ഷോറൂം പൂട്ടി പോകേണ്ട ഒരു സിറ്റുവേഷൻ നാളെ ഉണ്ടാവും. സീരിയസ് ആയിട്ട് പറഞ്ഞു. കാര്യം നിങ്ങളെക്കാട്ടി നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്ന ഒരുപാട് ഷോറൂംസ് ഇവിടെ ഉണ്ട്. അവർ പിന്നെ ലാലേട്ടനെ കൊണ്ടും മഞ്ജുവാര്യനെ കൊണ്ടും പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പിന്നെ ഇങ്ങനെ ഈ CEO കാര്യങ്ങളൊക്കെ ഈ ഇഷ്യൂസൊക്കെ അറിയാണ്, നിങ്ങൾ അറിയാതെ ഇരുന്നിട്ട് പിന്നീടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇത്തരം ഇത്തിൽ കണ്ണുകളെ നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് പറിച്ചെറിഞ്ഞ് കളയുക. ഇല്ലെങ്കിൽ മൊത്തത്തിൽ അടപടലം മൂഞ്ചി തെറ്റിപ്പോവും. ഇങ്ങനത്തെ ഒരു മോശം അനുഭവം ഒരാൾക്കും ഉണ്ടാവരുത്. ഇത് മാത്രമല്ല,
ഇതിപ്പം പത്തനംതിട്ട ഷോറൂമിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവർ പറഞ്ഞ ചാലക്കുടി ഷോറൂമിൻ്റെ. അതേപോലെ ഈ മൈജി ഷോറൂമിൻ്റെ ഫ്യൂച്ചറിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരുപാട് കുറേ വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലുമൊക്കെ കുത്തി പൊക്കിക്കൊണ്ട് വരും. അതിന് മുന്നേ നിങ്ങൾക്കൊക്കെ കുഴിച്ചു മൂടി കസ്റ്റമറെ നല്ല രീതിയിൽ ആ ഒരു സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ പോകും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഈ ഒരു പിന്നാമ്പുറത്ത് നടക്കുന്ന ഒരുപാട് ഉടായിപ്പ് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരും, ആരെങ്കിലും ഒക്കെ കൊണ്ടുവരും. ഓക്കെ, അന്ന് പിന്നെ നിങ്ങൾക്ക് ഞഞ്ഞാ മുഞ്ഞാ പറഞ്ഞിട്ട് കാര്യമില്ല.